റിയാദിലെ 20 കൊല്ലത്തെ ജയിൽവാസത്തിനൊടുവിൽ മരണശിക്ഷയിൽ നിന്ന് ജീവൻ തിരിച്ചുപിടിച്ച് അബ്ദുൾ റഹീം കോഴിക്കോട് ഫറൂഖിലെ കോടമ്പുഴയിലെ വീട്ടിലെത്തി. തോരാത്ത കണ്ണീരുമായി കാത്തിരുന്ന ഉമ്മ ഫാത്തിമ ഉമ്മയെ പ്രിയപ്പെട്ട മകൻ കണ്ടപ്പോൾ തറവാട് വീടായ സീനത്ത് മൻസിലിൽ സന്തോഷ പെരുന്നാളായി. വളരെ വളരെ സന്തോഷം. എന്താണ് പറയാനുള്ളത്? മോചനത്തിനായി ഒപ്പം നിന്നവർക്ക് നിറമിഴികളോടെ അബ്ദുൾ റഹീം നന്ദി പറഞ്ഞു. ആദ്യമായി ലോകരക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് ലോക മലയാളികൾക്കും എൻ്റെ നാട്ടുകാർക്കും വിദേശത്തുള്ള മലയാളികൾക്കും സുഹൃത്തുക്കൾക്കും സഹായിച്ച എല്ലാ വ്യക്തികൾക്കും പ്രാർത്ഥിച്ചവർക്കും മാധ്യമങ്ങൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും നിയമസഹായ കമ്മിറ്റി അംഗങ്ങൾക്കും കോച്ച് അഷ്റഫ് സിദ്ദീഖ് പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട്, അവരോട് പേരെടുത്ത് പറയുന്നില്ല. റിയാദ് എംബസിയിലെ മലയാളിയായ സിദ്ദീഖും യൂസുഫ്, അദ്ദേഹത്തിന്റെ മകൻ സവാദും, പിന്നെ റിയാദിലെ നിയമസഹായ കമ്മിറ്റികളും നാട്ടിലെ നിയമസഹായ കമ്മിറ്റികളും എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാ ലോക മലയാളികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക്കിന്റെ ആശംസകൾ. കോടമ്പുഴയിലെ വീട്ടിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അബ്ദുൾ റഹീമിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 7:30 മണിയോടെയാണ് കരിപ്പൂരിൽ അബ്ദുൾ റഹീം വിമാനം ഇറങ്ങിയത്. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി 24 ഉൾപ്പെടെ നടത്തിയ പരിശ്രമം ഒടുവിൽ ഫലം കണ്ടു. അജി കുഞ്ഞുമോനും ദിലീഷ തിലകനും കോടമ്പുഴയിലെ റഹീമിന്റെ വീട്ടിൽ നിന്നും തത്സമയം ചേരുന്നു. അജി, എന്തായാലും വളരെ ആഹ്ലാദഭരിതമായ നിമിഷങ്ങളാണ്. വലിയ പെരുന്നാൾ വന്ന ഒരു പ്രതീതി അവിടെ ഉണ്ടായി. രണ്ടാം പെരുന്നാൾ എന്ന് വേണമെങ്കിൽ പറയാം. വിവരങ്ങൾ തീർച്ചയായിട്ടും എസ്കെയിൻ ആഹ്ലാദത്തിന്റെ നിമിഷത്തിൽ തന്നെയാണ് എല്ലാവരും. അതിനു മുൻപ് ഇവിടെയുള്ള നാട്ടുകാർ പലരും എസ്കെയിൻ എവിടെയാണ്, 24 വലിയൊരു ദൗത്യം തന്നെ ഏറ്റെടുത്തിരുന്നു. എസ്കെയിന്റെ അഭാവം അത് അവർക്ക് വലിയ സങ്കടമായി. എസ്കെയിൻ എത്തില്ലേ എന്ന് പല നാട്ടുകാരും ചോദിച്ചു. അത് ഞാൻ എസ്കെയെ അറിയിക്കുകയാണ്. എസ്കെയിനോട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഒരുപാട് നന്ദിയും എസ്കെയിൻ അറിയിച്ചിട്ടുണ്ട് പല നാട്ടുകാരും ഈ ഘട്ടത്തിൽ. അല്പസമയം മുൻപാണ് റഹീം നമ്മൾ കണ്ടതാണ്. അത്രത്തോളം ആളുകൾ റഹീമിനെ സ്വീകരിക്കാൻ വേണ്ടി എനിക്ക് പിന്നിൽ കാണുന്ന ഈ സീനത്ത് മൻസിൽ എന്ന ഈ വീട്ടിലെത്തി. ഈ കഴിഞ്ഞ 20 വർഷമായി ഇവിടെ റഹീമിന്റെ ഉമ്മയടക്കം കാത്തിരിക്കുന്നു. റഹീമിന്റെ മോചനം എന്ന് നടക്കും എന്നുള്ള കാര്യത്തിൽ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിപ്പം റഹീമിന്റെ സഹോദരൻ നസീർ തന്നെ നമുക്കൊപ്പം ഉണ്ട്. 20 വർഷത്തിന് ശേഷം സഹോദരനെ കണ്ടിരിക്കുകയാണ്. എന്താ നസീർക്ക പറയാനുള്ളത്? എന്താ പറയാ, സന്തോഷം കൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. നമ്മളെ സ്നേഹിച്ചുകൊണ്ട്, റഹീമിനെ സ്നേഹിച്ചുകൊണ്ട്, കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. എല്ലാവരും നമ്മോട് സ്നേഹം പങ്കിടുകയാണ്. നമ്മളെ സന്തോഷത്തിൽ പങ്കിട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ എത്രയോ ആളുകൾ ഈ ഒരു വലിയ പെരുന്നാൾ നമ്മോടൊപ്പം വലിയ സന്തോഷത്തിൽ പങ്കുചേർന്ന് ഇരിക്കുകയാണ്. എല്ലാവരോടും സന്തോഷവും നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. എനിക്ക് വാക്കുകളില്ല. നിങ്ങൾക്കറിയാലോ, ഇതിനിടയിൽ നിന്നുകൊണ്ടുള്ള ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്താ പറയാൻ എനിക്ക് കിട്ടുന്നില്ല. എല്ലാവരോടും നന്ദി കടപ്പാട് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും എസ്കെയിൻ എത്രത്തോളം ആവേശത്തിൽ തന്നെയാണ് അവരുമുള്ളത്. വലിയ തരത്തിലുള്ള ഒരു തിരക്കും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.